ഹായ് ഫ്രണ്ട്സ്, ഹൈടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് ഒരു സബ്മേഴ്സിബിൾ പമ്പ് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർ കൂളാണ്. അപ്പോൾ നമുക്കതിലേക്ക് വാട്ടർ കുറവുള്ളത് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ബ്രാസ് നെറ്റ് അഴിച്ചുകൊണ്ട് നമുക്ക് വെള്ളം അതിലേക്ക് ഫില്ല് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് പമ്പ് അതിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ പമ്പിൻ്റെ ഫിൽറ്ററിൻ്റെ രണ്ട് നെട്ടുണ്ട്, അത് അഴിച്ചതിന് ശേഷം നമുക്ക് പമ്പ് മോട്ടറിലേക്ക് ഘടിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഗാഡി കറക്റ്റ്, അതിൻ്റെ പുള്ളി കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്യുക. എന്നതിന് ശേഷം അതിൻ്റെ 4 നെട്ട് ടൈറ്റ് ചെയ്യുക. 13 ഇതിൻ്റെ സ്പാനറാണ് വരുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ള പമ്പ് ടെക്സ്മോ എന്ന ബ്രാൻഡിൻ്റെ 480 സ്റ്റേജ് വരുന്ന പമ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബോർവെല്ല് 450 അടിയാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 430 അടിക്കുള്ള പൈപ്പാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ 430 അടി ആണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെറ്റ് 4 ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് സ്ക്രൂ ചെയ്യുക. നെറ്റ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കേബിള് ജോയിൻ ചെയ്യുക. കേബിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലേക്കുള്ള ഹോസ് കോളർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1.25 1 ഹോസ് കോളർ വരുന്നത്. അത് ക്ലാമ്പ് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഷെല്ലാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പമ്പിലേക്ക് അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള പൈപ്പ് HDD പൈപ്പാണ്. അതായത് 6 mm തിക്നെസ്സുള്ള ISI പൈപ്പ്. രക്ഷ എന്ന ബ്രാൻഡിൻ്റെ പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പൈപ്പ് റോൾ ചെയ്ത് വന്ന കാരണം തന്നെ നമുക്കത് നിർത്തി അതിൻ്റെ ബെൻഡ് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് ബെൻഡ് ക്ലിയർ ആയി കിട്ടാൻ നമ്മൾ പൈപ്പ് നിർത്തുന്നതാണ് വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ കേബിളിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാം. പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ SS-ൻ്റെ ഒരു HD ക്ലിപ്പ് നമുക്കതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ പമ്പും അതുപോലെ തന്നെ ക്ലാമ്പും കൂടിയിട്ട്, ഹോസ് കോളറിൻ്റെ ക്ലാമ്പും കൂടിയിട്ട് കോപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്ത് വെക്കുക.
അതുപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് കോപ്പർ ഉപയോഗിച്ച് ഇതുപോലെ കെട്ടി വെക്കുക. ഇനി നമുക്ക് ഈ ഹോസ് കോളറിലേക്ക് അതിൻ്റെ ക്ലാമ്പിലേക്ക് റോപ്പ് നമുക്ക് കെട്ടേണ്ടതുണ്ട്. ആദ്യം തന്നെ റോപ്പിൻ്റെ തലഭാഗം എടുത്ത് ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റിയതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് ഭാഗം ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ചൂടാക്കി ക്ലിയർ ചെയ്യുക. ഇനി നമുക്ക് റോപ്പിലേക്ക് കയറ് കെട്ടി ശരിയാക്കുക. ഇനി നമുക്ക് പമ്പിൻ്റെ മുകളിലേക്കുള്ള ഹോസ് കോളർ അതുപോലെ തന്നെ ബെൻഡ് പിന്നെ നോൺ റിട്ടേൺ വാൾവ് എന്നിവ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ത്രെഡ് സീൽ ചുറ്റി ഷെല്ലാക്ക് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ഇതിൽ നമ്മളൊരു 1 ഇഞ്ച് NRV നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് തോട്ടത്തിൽ നനക്കണ ഒരു പർപ്പസായ കാരണം തന്നെ സപ്ലൈ പോയ ടൈമിലൊക്കെ നമുക്ക് നിലത്തിടുകയാണെങ്കിൽ റിട്ടേൺ അങ്ങോട്ട് വെള്ളം വലിക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ ചളിയും അതുപോലെ കല്ലും പോയിട്ട് നമ്മുടെ പമ്പ് സ്റ്റക്കാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് പമ്പ് വലിച്ചു കയറ്റി നമുക്കത് ക്ലിയറായി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ NRV സെറ്റ് ചെയ്യുന്നത്. NRVയിൽ പിന്നെ നമ്മളൊരു 1 ഇഞ്ച് ഹോസ് കോളർ നമ്മുടെ ഗ്രീൻ ഹോസ് കണക്ട് ചെയ്യാനുള്ള ഫ്ലെക്സ് കണക്ട് ചെയ്യാനുള്ളൊരു ഹോസ് കോളർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ ജോയിൻറ്റും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുകളിലേക്കുള്ള പൈപ്പ് ഈ ഹോസ് കോളറിലേക്ക് ടൈറ്റ് ചെയ്ത് ഒരു ക്ലിപ്പ് ഇട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാനൽ ബോർഡിൽ ലൈന് അതുപോലെ തന്നെ RYB മോട്ടറിൻ്റെ RYB കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടെമ്പററി നമ്മളിവിടെ ഒരു കഴുങ്ങിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മളിത് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്യുകയാണ്. ഇനി മോട്ടോർ പെരയിലേക്കാണ് നമ്മളിത് പാനൽ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണക്ഷനുകൾ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഫേസ്, ന്യൂട്രൽ, അതുപോലെ തന്നെ RYB. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 220 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് പമ്പ് ഒന്ന് ഓൺ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം.